ശ്രീകൃഷ്ണ പരമാത്മനേ നമ. കടലായ ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃച്ചരണങ്ങളിൽ ഇന്ന് നിത്യപാരായണം ശ്രീമദ് മഹാഭാഗവതം ദശമസ്കന്ധത്തിലെ 74-ാമത്തെ അധ്യായം. രാജസൂയം ഭഗവാൻ നടത്തുന്നതും നടത്തിക്കൊടുക്കുന്നതും, രാജസൂയത്തിലെ അഗ്നിപൂജയ്ക്ക് ഭഗവാനാണ് ഉത്തമ പുരുഷൻ എന്ന് ഭഗവാനെ സ്വീകരിച്ചിരുത്തുന്നതും, അതിൽ കുപിതനായ ശിശുപാലൻ ഭഗവാനെ അനേകം വാക്കുകൾ കൊണ്ട് നിന്ദിക്കുന്നതും, ശിശുപാലനെയും ദന്തവക്രനെയും ഒക്കെ ഭഗവാൻ വധിക്കുന്നതുമൊക്കെയാണ് ഈ അധ്യായത്തിൽ പാരായണം ചെയ്യുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥനാ ശ്ലോകങ്ങൾ. ഓം തത്സത്. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധരഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേദാ ഭക്തി പാദയോസ്തവ ജായതേ തദാ പുരുഷദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം, തം നമാമി ഹരിം വരം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകങ്ങൾ. ഓം ജന്മാദസ്യേതുന്നയാദിതരദച്ചാത്വേഷവിജ്ഞസ്വരാൻ തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഖ്യന്തേ സൂരയാ. തേജോവാദിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. ധർമ്മപ്രോജിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരീരീശ്വര സദ്യോ ഹൃദ്യവരുത്വദേത്ര പൃഥിവി ശുശ്രൂഷുഭിത്തക്ഷണാത്. നിഗമകൽപതരോദ്ഗളിതം ഫലം ശുഗമുഖാതമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം ദശമസ്കന്ധത്തിലെ 74-ാമത്തെ അധ്യായം. രാജസൂയം നടത്തുന്നതും ശിശുപാലനെ വധിക്കുന്നതുമൊക്കെ ആയിട്ടുള്ള മുഖ്യഭാഗങ്ങളാണ് ഈ അധ്യായത്തിൽ. അത ദശമസ്കന്ധ ചതുസ്സപ്തതിതമോധ്യായഃ. ശ്രീശുകാവാച ഏവം യുധിഷ്ഠിരോ രാജ ജരാസന്ധവധം വിഭോ കൃഷ്ണസ്യ ചാനുഭാവം തം ശ്രുത്വാ പ്രീതസ്തമബ്രവീത്. സർവേ ലോകമഹേശ്വരാ വഹന്തേ ദുർലഭം ലബ്ധ്വാ ശിരസ്സൈവാനുശാസനം. സ ഭവാനരവിന്ദാക്ഷോ ദീനാനാമീശമാനിനാം ദത്തേനുശാസനം ഭൂമം തദത്യന്ത വിഡംബനം. കസ്യാ ദ്വിതീയസ്യ ബ്രഹ്മണ പരമാത്മന കർമ്മഭിർവർദ്ധതേ തേജോ പ്രസതേ ച യഥാ രവേ. ന വേദേചിദ ഭക്താനാം മമാഹം ഇതി മാധവ ത്വം തവേദി ജനാനാധി പശൂനാമിവ വൈകൃതാ. ഇത്യുക്ത്വാ യജ്ഞിയേ കാലേ വവ്രേ യുക്താൻ
സഋത്വിജ കൃഷ്ണാനുമോദിത പാർത്ഥോ ബ്രാഹ്മണാൻ ബ്രഹ്മവാദിന ദ്വൈപായനോ ഭരദ്വാജ സുമന്തുർഗൗതമോസിത വശിഷ്ഠശവന കണ്ണു മൈത്രേയ കവശസ്ഥിത വിശ്വാമിത്രോ വാമദേവ സുമതിർജൈമിനി ക്രതോ കൈലപരാശരോ ഗർഭോ വൈശംബായനദേവജ. മഹർഷിമാരുടെയും മുനിമാരുടെയും ഒക്കെ പേരുകളാണ് അവിടെ ആ രാജസൂയത്തിൽ സംബന്ധിക്കാൻ വന്ന മഹത്തുക്കളുടെ പേരുകളാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഥർവാകശ്യ ബോധൗമ്യോ രാമഭാർഗവാസുരി വീതിഹോത്രോ മധുച്ഛന്ദ വീരസേനോ കൃതവ്രണ ഉപഹോതസ്തദാചാന്യേ ദ്രോണഭീഷ്മകൃപാദയാ ധൃതരാഷ്ട്രസഹസുതോ വിദുരസ്യ മഹാമതി. ആ രാജസൂയത്തിൽ പങ്കെടുക്കാൻ വന്ന കുരുവംശക്കാരെയും എല്ലാവരെയും പരിചയപ്പെട്ടു. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര യജ്ഞദിരുക്ഷവ തത്രേയു സർവരാജാനു രാജ്ഞാം പ്രഹൃദയോ നൃപ. തതസ്തേ ദേവയജനം ബ്രാഹ്മണാ സ്വർണലാംഗലൈ ദൃഷ്ട്വാ തത്ര യഥാം ന്യായം ദീക്ഷയാഞ്ജക്രീരേ നൃപം. ഹൈമാകിലോപകരണ വരുണസ്യ യഥാ പുരാ ഇന്ദ്രാദയോ ലോകപാല വിരിഞ്ജഭവ സംയുത. സഗണാ സിദ്ധഗന്ധർവോ വിദ്യാധരമഹോരഗ മുനയോ യക്ഷ രക്ഷാംസി ഖഗകിന്നരചാരണ. രാജാനശ്ച സമാഹൂത രാജപത്ന്യശ്ച സർവശ രാജസൂയം സമീയുഷ്മ രാജ്ഞപാണ്ഡുസുതസ്യ വൈ. മേനിരേ കൃഷ്ണഭക്തസ്യ സൂപവന്നമവിസ്മിത അയാജയൻ മഹാരാജം യാജകാദേവവത്സസ രാജസൂയേന വിധിവത് പ്രാചേസ സമിവാമരാ. ഓം ശ്രീകൃഷ്ണായ നമഃ. സൗഖ്യേഹന്യവനീപാലോ യാജകാൻ സദസസ്വദീൻ അഭൂജയൻ മഹാഭാഗാൻ യഥാ വസ്തു സമാഹിത. സദസ്യാഗ്രാർപ്പണാർത്ഥം വൈ വിമൃശന്ത സഭാസദാ നാധ്യഗച്ഛന്നേകാന്ത്യാസഹദേവസ്തദാബ്രവീത്. ഓം ശ്രീകൃഷ്ണായ നമഃ. ആ രാജസൂയം നടത്തുന്ന വിപുലമായ ക്രമീകരണങ്ങളെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അർഹദിഹ്യച്യുതശ്രേഷ്ഠം ഭഗവാൻ സാത്വതം പതി യേശ വൈ ദേവതാ സർവ ദേശകാലധനാദയ. യഥാത്മാഗമിദം വിശ്വം ക്രതവസ്യ യഥാത്മക അഗ്നിരാഹൂതയോ മന്ത്ര സാംഖ്യോ യോഗസ്യ യത്പരാ. ഏക ഏവ ദ്വിതീയോസാ വൈദദാത്മ്യമിദം ജഗൽ ആത്മനാത്മാരശ്രയ സഭ്യ സൃജവത്യതി അന്യജ. വിവിധാനി കർമാണി ജനയൻ യദപേക്ഷയാ ഏകദേ തദയം സർവ ശ്രേയോ ധർമാദിലക്ഷണം. തസ്മാത് കൃഷ്ണായ മഹതി ദീയതാം പരമാർഗണം ഏവം ചേത് സർവഭൂതാനാം ആത്മനശ്ചാർഗണം ഭവേത്. സർവഭൂതാത്മഭൂതായ കൃഷ്ണായ അനന്യദർശിനേ ദേയം ശാന്തായ പൂർണ്ണായ ദത്തസ്യാനന്ദമിച്ഛതാ. എല്ലാവരുടെയും ഭാഗ്യത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. എല്ലാത്തിൻ്റെയും ആത്മാവായിട്ടുള്ള ആ ഭഗവാൻ, സർവാത്മാവായിട്ടുള്ള ഭഗവാൻ അവിടെ എല്ലാറ്റിലും കുടികൊണ്ട് ആ രാജസൂയ യജ്ഞം വളരെ മനോഹരമായിട്ട് നടത്തി എന്നാണ് പറയുന്നത്. ഓം തത്സത് അല്ല, അതിന് അഗ്നിപൂജയ്ക്ക് ആരെയാണ് വേണ്ടത് എന്ന് അവർ തിരിഞ്ഞു നടക്കുമ്പോൾ സർവത്തിനും ആത്മാവായിട്ടുള്ള സർവേശ്വരനായിട്ടുള്ള ആ ഭഗവാൻ കൃഷ്ണൻ തന്നെ നമ്മോടൊപ്പം ഉള്ളപ്പോൾ വേറെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് സഹദേവൻ ശ്രീകൃഷ്ണ ഭഗവാന് അഗ്നിപൂജ ചെയ്താൽ മതി എന്ന് പറയുകയാണ്. ഇത്യുക്തോ സഹദേവോഭൂത് തൂഷ്ണീം കൃഷ്ണാനുഭാവിവൈത് തച്ഛ്രുത്വാ തുഷ്ടു സർവേ സാധു സാധ്വിതി സത്തമാഹ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഭഗവാനെ പൂജിക്കുകയാണ്. തത്പാദാവനിച്ഛാഭ്യ ശിരസാ ലോകപാവനി സ ഭാര്യസാനുജാമാത്യ സ കുടുംബോ
വഹന്മുത. वासोभिः पीतकौशेयैर्भूषणैश्च महाधनैः अर्घैर्याश्रुपूर्णाक्षो नाशकत्समवेक्षितुम्. ഭഗവാനെ എല്ലാ പുണ്യങ്ങളെ കൊണ്ടും തൻ്റെ അശ്രു കൊണ്ടും ഒക്കെ ധർമ്മപുത്രർ പൂജിച്ചു എന്നാണ് പറയുന്നത്. ഇത്തം സഭാജിതം വീക്ഷ സർവേ പ്രാഞ്ജലയോജന നമോ ജയേദിനേ മുസ്തും നിവേദു പുഷ്പവൃഷ്ടയാ. स्वपीठादुत्थाय कृष्ण गुणवर्णनजातमन्यो उत्क्षिप्य बाहुमिदवमाह सदस्यमर्षि संस्रावयन् भगवती परुषाण्यभीता. എല്ലാവരും ആ ഭഗവാനെ പൂജിക്കുകയും ഭഗവാന് ജയ ജയ പറയുകയും ഒക്കെ ചെയ്ത് അന്തരീക്ഷം തന്നെ ശ്രീകൃഷ്ണമയമായി തീർന്നപ്പോൾ ശിശുപാലന് സഹിക്കാൻ കഴിഞ്ഞില്ല. ശിശുപാലൻ പരുഷവാക്യങ്ങൾ പറയുന്നതാണ്. ഈശോ ദുരത്യയാകാല ഇതി സത്യവതിശ്രുതി വൃദ്ധാനാമപി യദ്ബുദ്ധിർ ബാലവാക്യേ വിഭിദ്യതേ. യൂയം ഭദ്രവിദാം ശ്രേഷ്ഠ മാമന്ധ്വം ബാലഭാഷിതം സദസത്പദയ സർവേ കൃഷ്ണോയ സമ്മതോർക്കണേ. ബാലനായിട്ടുള്ള സഹദേവന്റെ വാക്ക് കേട്ടിട്ട് എല്ലാവർക്കും കൃഷ്ണനെ പൂജിക്കാൻ നാണമില്ലേ എന്നൊക്കെ ചോദിക്കും. തപോ വിദ്യാവ്രതരാൻ ജ്ഞാനവിധ്വസ്ത കൽമഷാൻ പരമർഷി ബ്രഹ്മനിഷ്ഠാൻ ലോകപാലൈശ്ച പൂജിതാൻ. സദത്പദീനതിക്രമ്യ ഗോപാലാകുലപാംസന യഥാ കാക പുരോഢാശം സവിദ്യാം കഥമർഹതി. കാക്കയെ വെച്ച് പൂജിക്കുന്നത് മാതിരിയാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ്. വർണ്ണാശ്രമ കുലപതി സർവധർമ്മ ബഹിഷ്കൃത സൗര്യവത്രി ഗുണൈർഹീന സപര്യാം കഥമർഹതി. ബ്രഹ്മർഷി സേവിതാൻ ദേശാൻ വിദ്വൈതേ ബ്രഹ്മവർച്ചസം സമുദ്രം ദുർഗമാശ്രിത്യ ബാധന്തേ ദസ്യ വക്രജ. ഓം ശിവാരുതം ഭഗവന്നിന്ദനം ശ്രുത്വാ. ഭഗവാനെ വളരെയേറെ മോശം വാക്കുകളിൽ കൂടി നിന്ദിക്കുകയാണ്. സജ്ജനങ്ങൾക്ക് അത് കേട്ട് സഹിക്കാൻ വയ്യാതെ ചിലർ ചെവി പൊട്ടി, ചിലരൊക്കെ ശിശുപാലനെ വധിക്കാനായിട്ട് ആയുധം കൊണ്ട് വരികയാണ്. ഭഗവാൻ അത് നിർത്തിവെച്ച് ഭഗവാൻ തന്നെ വധിക്കുന്നതൊക്കെയാണ് കാണുന്നത്. ഭഗവൻ നിന്ദനം ശ്രുത്വാ ദുസ്സഹം സത്സഭാസഭ കർണോ വിദായ നിർജഗ്മു ശബന്ധശ്ച ദിവം രുഷാ. തദോ നാപൈര്യ സോപി യാത്യർത്ഥ സുഹൃദാച്യുത. ഓം ശ്രീകൃഷ്ണായ നമഃ. തതഃ പാണ്ഡുസുധാ ക്രുദ്ധ മത്സ്യത്തൈജേ സഞ്ജയ ഉദായുധാ സമുത്തസ്തു ശിശുപാല ജിഗാംസവ. സദസ്യൈദ്യസ്ത സംഭ്രാന്തോ ജഗൃഹേ ഖഡ്ഗചർമ്മിണി ഭർസയൻ കൃഷ്ണപക്ഷേയാൻ രാജ്ഞ സദസി ഭാരത. താവത് എല്ലാവരും യുദ്ധത്തിനായി വന്ന് അദ്ദേഹത്തെ വധിക്കാൻ നോക്കുമ്പോൾ എല്ലാവരെയും നിർത്തിവെച്ച് ഭഗവാൻ എഴുന്നേറ്റ് ചെയ്യുന്നതാണ്. താവതുത്തായ ഭഗവാൻ സാന്നിവാര്യ സ്വയം ദുഷാ ശിരക്ഷുരാന്തചക്രീണ ജഹാരാപദോരിഭൂ. ശബ്ദകോലാഹലോ വ്യാപി ശിശുപാലേ ഹദേ മഹാൻ തസ്യാനുയായിനോ ഭൂപ ദുദ്രുവുർജി വിദൈഷിണ. ഭഗവാൻ തൻ്റെ ചക്രമെടുത്ത് ശിശുപാലന്റെ ശിരസ് അരിഞ്ഞു വീഴ്ത്തുകയാണ്. ശൈര്യാദേഹോതിതം ജ്യോതിർ വാസുദേവമുപാവിശത് പശ്യതാം സർവഭൂതാനാം ഉൽക്കേവ ഭുവി കാച്യുത. ജന്മത്രയാനുഗുണിതൈ വൈരസംരബ്ധ്വാദിയാ ധ്യായം തന്മയതാം യാതോ ഭാവോ ഹി ഭവകാരണം. ആ ശിശുപാലിൽ നിന്നും ഒരു ചൈതന്യം ഉയർന്നു വന്ന് ആ ഭഗവാന്റെ പാദത്തിൽ ലയിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ശിശുപാലൻ ജയവിജയന്മാരുടെ മൂന്നാമത്തെ ജന്മമാണ്. 3 ജന്മങ്ങളിലായിട്ട് ഭഗവാന്റെ കൈകൊണ്ട് തന്നെ വിദ്വേഷഭക്തിയിൽ
ഭഗവാനെ നിന്ദിച്ചുകൊണ്ട് ഭഗവാനെ എപ്പോഴും സ്മരിക്കുകയാണ് അവർ ദ്വേഷഭക്തിയിൽ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് മോക്ഷം ലഭിച്ചത്. ഏത് വിധത്തിലായാലും എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് മോക്ഷം ലഭിക്കും എന്ന് ഭഗവാൻ കാണിക്കുകയാണ് ഇവിടെ. ഓം ശ്രീകൃഷ്ണായ നമഃ. സദസ്യേഭ്യോ ഓം ശ്രീകൃഷ്ണായ നമഃ. ഋത്വിഭ്യോ ദക്ഷിണാം വിപുലാം മതാത് സർവാൻ സംഭൂജ്യ വിധിവത് ചക്രേ അവവൃത മേഘരാജ്. കണ്ണ് കാണുന്നില്ല. കൃഷ്ണോ യോഗേശ്വരേശ്വര ഉവാസ കദിചിന്മാസാൻ തദോനുജ്ഞാഭിരാജാനാം അനിച്ഛന്തമഭീശ്വര യയോ സ്വഭാര്യ സാമാത്യ സ്വപുരം ദേവകീസുത. വർണ്ണിതന്തുവാഖ്യാനം മയാ ദേവഹുവിസ്തരം വൈകുണ്ഠവാസിനോർജന്മ വിപ്രശാപാത് പുനഃ പുനഃ. രാജസൂയാവൃദ്ധ്യേന സ്നാതോ രാജാ യുധിഷ്ഠിര ബ്രഹ്മക്ഷത്രസഭാമധ്യേ ശിശുമേ സുരരാഡിവ. രത്നാസഭാജിതാ സർവേ സുരമാനവകേചര കൃഷ്ണം ക്രതും ച സംസന്ദാ സ്വഥാ മഹനീയ യുർമുദാ. ദുര്യോധനമൃതേ ഭാവം കലിം ഗുരുകുലാമയം യോ ന സേഹേ ശ്രിയം സ്ത്രീധാം ദൃഷ്ട്വാ പാണ്ഡുസുതസ്യതാം. ഏതം കീർത്തയേദ് വിഷ്ണു കർമ്മ ചൈദ്യവധാധികം രാജമോക്ഷം വിധാനം ച സർവപാപൈ പ്രമുച്യതേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓ അല്ല ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ശിശുപാലവധൂ നാമ ചതുസ്സപ്തതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ശ്രീമദ് ഭാഗവത കീർത്തനം. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. കിങ്കിണി പദ കമല കൃഷ്ണ കങ്കണ കരയുഗള വക്ഷസ്ഥലവര ദളനീല ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ദധിനവനീത ഹര കൃഷ്ണ കരുണീ ചിത്തഹര ദയയാ പാലയ ദാമോദര തുളസീ ദാമോദര ദേവാ ജയ ജയ ഭാഗവത. ഗോവർദ്ധനധരണ കൃഷ്ണ ഗോപീജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവചന ദേവാ ജയ ജയ ഭാഗവത. നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടഗിരീകൃത സ്തുതിവര ശുഭ ഫലദ ദേവാ ജയ ജയ ഭാഗവത. പൂർദാന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത. ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ
देवा जय जय भागवता देव जय जय भागवता देवा जय जय भागवता जय जय राधा कृष्ण स्वरूप जय जय भागवता देवा जय जय भागवता देवा जय जय भागवता सर्वत्र गोविंद नाम സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ടും സമർപ്പിക്കുന്നു. ഓം തത്സത്. ശ്രീ വിഷ്ണുഭുജംഗം ശങ്കരാചാര്യ വിരചിത വിഷ്ണുഭുജംഗത്തോടുകൂടി ഇന്നത്തെ പാരായണം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുകയാണ്. ഓം തത്സത്. വിദം ശം വിദം നിർമ്മലം നിർവികൽപം നിരീഹം